സ്വന്തം ലുലു. ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബി നമ്മീസ് ലൈഫ്. അങ്ങനെ നമ്മുടെ കോട്ടയത്തിനും സ്വന്തമായിട്ടൊരു ലുലു മോളിനെ കിട്ടി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടാലോ. ശരിക്കും ഇങ്ങനെ കോട്ടയത്ത് ഒരു ലുലു മോൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ ലുലു മോള് അങ്ങനത്തെ മോൾസിലൊക്കെ പോയി ഇങ്ങനെ വായി നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ നടക്കും. ഒത്തിരി ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ലെങ്കിലും ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടു നടക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയും എപ്പോഴും നമ്മൾ എറണാകുളത്താണ് പോകുന്നത്. പിന്നെ കോട്ടയത്ത് ഒരു ജോയ് മോൾ വന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എറണാകുളം വരെ പോകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം നാട്ടിലൊരു ലുലുമോൾ വരുന്നു എന്ന് ആദ്യം മുതലേ ന്യൂസ് കേൾക്കുന്ന സമയം മുതൽ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നതൊക്കെ അതിലെ കൂടെ പോകുമ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെയും ലുലുമോൾ ഈ മാസം ഡിസംബർ 14 ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. 14 വൈകിട്ട് 4 മണിയോട് കൂടിയിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 15 രാവിലെയാണ് ഞാനും വിച്ചും കൂടെ ലുലുമോൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ നമ്മുടെ സ്വന്തം ലുലുമോൾ കാണാനുള്ള സന്തോഷവും ആ പുറത്ത് വന്നപ്പോൾ ആ ലുലുമോളിൻ്റെ ഔട്ട്സൈഡ് കണ്ടപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റും ഒക്കെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമ്മായി പോയി എന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മുടെ ലുലുമോളിനെല്ലാം കൂടി ഒരു കുഞ്ഞുണ്ടായ പോലെ ആയിപ്പോയി നമ്മുടെ കോട്ടയത്തെ ലുലുമോൾ. ഭയങ്കര ചെറുതായിരുന്നു. അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും സത്യം പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോകാനോ, നമ്മൾ സാധാരണ ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എവിടേക്ക് പോകണം നമുക്കൊരു ഇതില്ലേ, എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അതൊന്നും ഉണ്ടായില്ല. കാരണം അവിടെ ആകെപ്പാടെ ഹൈപ്പർ മാർക്കറ്റും ലുലു ഫാഷനും പിന്നെ കുറച്ച് ഫുഡ് കോർട്ട്, പിന്നെ ഒരു കോർണറിൽ ഒരു ചെറിയ ഫണ്ടൂറ, ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സങ്കടമായി. കാരണം എല്ലാവരോടും ഇപ്പം ട്രിവാൻഡ്രത്തുള്ള ഫ്രണ്ട്സിനോടാണെങ്കിലും എറണാകുളത്തുള്ള ഫ്രണ്ട്സിനോടാണെങ്കിലും എപ്പോഴും തള്ളിമറിക്കലായിരുന്നു. ഇനി നിങ്ങളുടെ ലുലുവിലേക്ക് ആര് വരുന്നു, ഞങ്ങൾക്ക് സ്വന്തം ലുലു വരുവാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരം പറച്ചിലായിരുന്നു. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി. അതുകൊണ്ട് ഈവൻ അങ്ങനെയാണെങ്കിൽ പോലും, സങ്കടമാണെങ്കിൽ പോലും ഞാനും വെച്ചും ഇവിടെ വന്ന് സാധനം തപ്പിപ്പെറുക്കുന്ന കാര്യത്തിലോ എന്നെല്ലാം നോക്കുന്ന കാര്യത്തിലോ ഒന്നും ഒട്ടും പുറകിലായിരുന്നില്ല. അതൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ ഓരോ കടവഴി കയറി ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മനസ്സിലൊരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, നമ്മുടെ ലുലു ചെറുതായി പോയല്ലോ എന്നുള്ളത്. ഞാനും വെച്ചു സാധനം തപ്പി നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലുലുമോളിലുള്ള പകുതി സാധനം വാങ്ങിച്ചുകൊണ്ടേ വീട്ടിൽ പോകുന്നുള്ള ഒരു രീതിയാണ്. പക്ഷെ ഞങ്ങൾ ഇന്നൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലാനേ ഉണ്ടായിരുന്നില്ല. ചുമ്മാ എല്ലാം ഇങ്ങനെ നോക്കി നടക്കുക. പിന്നെ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് ദാ ഈ കാണുന്ന ഒരു കോർണർ. ഏത് ഷോപ്പിൽ എപ്പോൾ പോയാലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സ് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അക്കാര്യത്തിൽ ഞാനായാലും മിച്ചു ആയാലും സെയിം ആണ്. 51 8 ഒക്കെ ഒരേ ഏജിലെത്തുന്ന ഒരു കോർണറാണ് ഈ ഒരു ടോയ്സിൻ്റെ ഒരു കോർണർ. ഇവിടെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോയ്സ് ഒക്കെ എടുത്ത് കുറച്ച് നേരം കയ്യിലൊക്കെ പിടിച്ച് അതൊക്കെ ഞങ്ങൾ കണ്ടൊക്കെ എൻജോയ് ചെയ്തു. ഇവിടുത്തെ ഓരോ ടോയ്സും ഭയങ്കര ഭംഗിയായി. ടെഡീസിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1999 ആയിരുന്നു അതിൻ്റെ റേറ്റ്. പിന്നെ ഓരോ നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവികളുടെയൊക്കെ ഷേപ്പിലുള്ള ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഞാൻ പിന്നെ എല്ലാവരെയും ഇങ്ങനെ ചുറ്റി നടന്ന് മൊത്തം കണ്ടു. കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട്. പിന്നെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ പോന്നു. എനിക്ക് ടോയ്സ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മറ്റൊരു സാധനമാണ് ഇങ്ങനത്തെ ഹോം ഡെക്കോർ ഐറ്റംസ്. അപ്പം ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, പിന്നെ കുറേ ഡെക്കോറിൻ്റെ മറ്റുള്ള സാധനങ്ങൾ എല്ലാം നല്ല ഭംഗിയായിരുന്നു, നല്ല കോസ്റ്റ്ലിയുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓടി നടന്ന് കണ്ടു. ഇച്ചുനാണെങ്കിൽ എല്ലാം എടുത്തു നോക്കണം എന്നുള്ള ഒരു ടൈപ്പ് ക്യാരക്ടർ ആവുക. അത് ഞാൻ എടുത്ത് നോക്കിക്കോട്ടെ, ഇത് ഞാൻ എടുത്ത് നോക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാൻഡിൽ വിത്ത് കെയർന്ന്. ഇത് എങ്ങാനും തട്ടി താഴെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാശ് നമ്മൾ കൊടുത്തിട്ട് പോകണം. അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് ഒന്നത്തേലും തൊട്ടേക്കരുതെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അതിലെ കൂടെ. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വേർഡ് ഉണ്ടായിരുന്നു, ഈ ഒരു പോസിറ്റീവ് വേർഡ്സിൻ്റെ ഒരു ഫ്രെയിം. അത് നല്ല ഭംഗിയായിരുന്നു. ഇവിടെ ഈ കുറച്ച് ഇങ്ങനെ വാൾ ഡെക്കോർസ് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറേ കുഷ്യൻ കവേഴ്സ്, പില്ലോ കവേഴ്സ്, ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ ഏരിയാസ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് റേറ്റ് കുറവായിരുന്നു. ഈ ഒരു കാർപ്പറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതിൻ്റെ റേറ്റ് 21,999. അത് ഇച്ചു അതിൻ്റെ അടിയിൽ കയറി നോക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുമായിരുന്നു അത്.
പിന്നെ ഇതൊക്കെ ഹോം അപ്ലയൻസസിൻ്റെ ഏരിയസ് ആയിരുന്നു, ഇലക്ട്രോണിക്സ് തിങ്സും അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അപ്പുറത്തെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴേക്കും ഡ്രസ്സസും അങ്ങനെയുള്ള കാര്യങ്ങൾ, കിഡ്സിൻ്റെ ആയാലും വലിയവരുടേത്, മെയിൽസ് ഫീമെയിൽ എല്ലാവരുടേതും ഓരോ സെക്ഷനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മോളിന് ടോട്ടലി ഒരു വലിപ്പക്കുറവാണെങ്കിലും ഇപ്പോൾ ലുലു ഫാഷൻ ആയാലും ഹൈപ്പർ മാർക്കറ്റ് ആയാലും അതിന് വലിപ്പത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടായിട്ടില്ല. കാരണം അത് അടിപൊളിയായിട്ട് ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. മറ്റുള്ള ഷോപ്സുകളുടെ എണ്ണത്തിൽ കുറവും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഗേൾസിന് നല്ല സൂപ്പർ ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ലുലു ഫാഷനിലൂടെ കുറേ നേരം കറങ്ങി നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചത് കാരണം പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് ഇച്ചുവിന് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു ബോബ ടീയും വാങ്ങിച്ചു. ബോബ ടീനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ബോബ ട്രീ ഒക്കെ ട്രീ അല്ല ടീ ഒക്കെ ട്രൈ ചെയ്തു. ബോബ ടീ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ എൻ്റെ ഒരു ടൈപ്പ് അല്ല. എനിക്ക് കുറച്ച് കൂടുതൽ കോഫി ആ ഒരു സൈഡിലോട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കുടിച്ചു. ഞങ്ങൾ രണ്ടുപേരോട് ഷെയർ ചെയ്തായിരുന്നു കുടിച്ചത്. ടീയും ഐസ്ക്രീമും എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫൻറ്റൂറ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫൻറ്റൂറ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇച്ചു എനിക്ക് അതേ കയറ്റാമോ ഇതേ കയറ്റാമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പക്ഷേ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടായിരുന്നു പോകുന്നത്, ഇന്നും നമ്മൾ ഒന്നിലും കയറില്ല, ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമേ പോകത്തുള്ളൂ എന്ന്. കൊച്ചിയിലേക്ക് ലുലുവിൻ്റെ ഫൻറ്റൂറയുടെ ഒരു 1/3 ഭാഗത്തോളം ഉള്ളായിരുന്നു ഇവിടെ. എന്നാലും ഈ ഒത്തിരി കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വലിയവർക്കായിട്ട് കയറാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ കൊച്ചിയിലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു ഡയമണ്ടിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ ഒരു മാമ എർത്തിൻ്റെ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. മാക്ഡൊണാൾഡ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് ചെറിയ 2 കടകൾ. പിന്നെ ഉള്ളത് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് താഴത്തെ ഫ്ലോറിലുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാമെന്ന് വെച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഫ്രൈഡ് റൈസും കറിയും പിക്കിളും ഒക്കെ വാങ്ങിച്ചിട്ട് മേളിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മേളിൽ പോയിരുന്ന് കഴിച്ചു. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും ഭയങ്കര റഷായിരുന്നു. കാരണം ഈവനിങ് ടൈമായി, നല്ല ആൾക്കാരുടെ തിരക്കുകൾ കൂടി. വീണ്ടും ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ വന്നിട്ട് ഞങ്ങൾ അതേപടി തന്നെ തിരിച്ചിറങ്ങി പോന്നു. ക്രിസ്മസ് ട്രീ ഒക്കെ പുറത്തിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാവട്ടെ റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു. കുറേ ദൂരത്തേക്ക് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിടക്കുമായിരുന്നു. ഇതെല്ലാം ലുലുവിലേക്ക് പോകാനുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.